അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റമളാനിൽ ഒരു ഹദീസ് പഠിക്കുക എന്ന നിയത്തോടുകൂടി നമ്മൾ തുടങ്ങിവെച്ച ഈ ഒരു സംരംഭം, അതിൻ്റെ 6-ാമത്തെ ഹദീസാണ് നാം ഇന്ന് പഠിക്കുന്നത്. നിസ്കാരം അതിപ്രധാനമുള്ള ഒരു കർമ്മമാണ്. ഒരാൾ ഷഹാദത്ത് വരിച്ചാൽ, ഷഹാദത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവനിൽ അടുത്ത കർമ്മമായി കൊണ്ട് സ്ഥിരപ്പെടുന്നത്, നിർബന്ധമാകുന്നത് അത് നിസ്കാരമാണ്. ഒരാൾ ഷഹാദത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ, മുസ്ലിമായി കഴിഞ്ഞാൽ അടുത്ത വക്തിലെ നിസ്കാരം മുതൽ അവന് നിർബന്ധമായി കഴിഞ്ഞു. മാത്രമല്ല, നിസ്കാരത്തെക്കുറിച്ച് ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് പുണ്യങ്ങളും ഒരുപാട് അതിനെക്കുറിച്ചുള്ള ഹദീസുകളും ആയത്തുകളും വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും കാണാൻ സാധിക്കും. അതിലൊരു ഹദീസാണ് നമ്മളിന്ന് പഠിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കൊരു നിസ്കാരത്തിൻ്റെ ഉപമയെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. അൻ ജാബിർ വഹുവ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാൽ. ജാബിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബ്ദുല്ലാ എന്ന് പറയുന്ന സ്വഹാബിയുടെ മകനാകുന്നു, ഇബ്നു അബ്ദുള്ളയാകുന്നു. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്, മസലുസ് സ്വലവാത്തിൽ ഖംസ്, നിസ്കാരം 5 നേരത്തെ നിസ്കാരത്തിൻ്റെ ഉപമ എന്നുള്ളത്, കമസലി നഹ്രിൻ ജാരിൻ അലാ ബാബി അഹദിക്കും, ഒരു മനുഷ്യൻ്റെ വീട്ടിൻ്റെ മുൻവാതിൽ തുറക്കുമ്പോൾ അതിൻ്റെ മുന്നിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു നദി പോലെയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇനി യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മർറാത്ത്, എന്നിട്ട് ആ മനുഷ്യൻ, ആ വീട്ടിൻ്റെ ഉടമ അതിലേക്ക് ഇറങ്ങി 5 നേരം കുളിക്കുന്നത് പോലെയാണ് 5 നേരത്തെ നിസ്കാരം എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഖാലൽ ഹസനു, ഹസനുൽ ബസരി റഹ്മഹുല്ല പറയുന്നു, വമാ യബ്ഖി ദാലിക മിനൽ ദർൻ, ഇനി എന്തെങ്കിലും മ്ലേച്ഛത അല്ലെങ്കിൽ തെറ്റ് അല്ലെങ്കിൽ അഴുക്ക് അവനിൽ ബാക്കിയാകുമോ എന്ന് ആ 5 നേരം കുളിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ, അതായത് 5 നേരം വെള്ളത്തിലിറങ്ങി ഒഴുകുന്ന നദിയിലേക്ക് ഇറങ്ങി കുളിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ യാതൊരു നിലയ്ക്കുമുള്ള മാലിന്യം ഉണ്ടാവുകയില്ല. ഇതുപോലെയാണ് 5 നേരം നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ഏടുകളിൽ തിന്മകൾ ഉണ്ടാവുകയില്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫായിദ എന്നുള്ളത്, ഒരു ഗുണപാഠം എന്നുള്ളത്, 5 നേരത്തെ നിസ്കാരത്തിലൂടെ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ അതിലൂടെ സാധിക്കുമെന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഒരുപാട് തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ, രഹസ്യമായോ പരസ്യമായോ, ഒറ്റയ്ക്കോ കൂട്ടായോ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടാകും. ചെറിയ ചെറിയ പാപങ്ങൾ മുഴുവൻ കഴുകിക്കളയാനുള്ള ഏറ്റവും സുവർണാവസരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നിസ്കാരം എന്നുള്ളത്. നമുക്ക് ആ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒതു എടുക്കുന്നത് പോലും, ആ ഒതു എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൻ്റെ വിരലിൻ്റെ ഇടയിലൂടെ ഇറ്റുവീഴുന്ന വെള്ളത്തിൽ പോലും, വെള്ളത്തിൻ്റെ തുള്ളിയിൽ പോലും നമ്മുടെ തിന്മകൾ, പാപങ്ങൾ കഴുകിക്കളയുന്നു എന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് നിസ്കാരം വളരെ ഗൗരവത്തിൽ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണവേളയിൽ കിടക്കുമ്പോൾ പോലും സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയത് അസ്വലാ, നിങ്ങൾ നിസ്കാരത്തെ ശ്രദ്ധിക്കണമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹിൻ്റെ സമയത്താണ്, പള്ളിയിലേക്ക് പോകാൻ കഴിയാതെ ബോധരഹിതനായി താഴെ വീഴുന്നു, വീണ്ടും എണീക്കുന്നു. സ്വഹാബത്ത് നിസ്കരിച്ചോ എന്ന് ചോദിക്കുന്നു, നിസ്കരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു, പക്ഷേ വീണ്ടും ബോധരഹിതനായി താഴെ വീഴുന്നു. ബോധം വരുമ്പോഴേക്ക് വീണ്ടും നിസ്കാരത്തെക്കുറിച്ചുള്ള ഓർമ്മ. ഇങ്ങനെ നിസ്കാരം വലിയ ഒരു ഉത്തരവാദിത്തമായി, ബാധ്യതയായി കൊണ്ടും അതോടൊപ്പം അതിൽ നിറയെ നന്മകൾ മാത്രമാണ്, അതിലൂടെ അതിൻ്റെ നന്മകൾ കരസ്ഥമാക്കണമെന്നായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ അധ്യാപനം. 5 നേരത്തെ നിസ്കാരം അള്ളാഹു നമുക്ക് നിർബന്ധമാക്കി. പക്ഷേ 50 നേരത്തെ നിസ്കാരത്തിൻ്റെ പ്രതിഫലമാണ് അള്ളാഹു അതിലൂടെ നമുക്ക് ഓഫർ നൽകുന്നത്. തീർന്നില്ല, നമുക്ക് നിർബന്ധമാക്കപ്പെട്ട ഈ നിസ്കാരത്തിലൂടെ ഒരുപാട് നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നു മാത്രമല്ല,
പാരത്രിക ലോകത്ത് ഒന്നാമതായി വിചാരണക്കെടുക്കുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ വിചാരണക്കെടുക്കുന്ന കർമ്മമാണ് നിസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആരെങ്കിലും ആ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ആ വിചാരണ ചെയ്യുന്ന സമയത്ത് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എളുപ്പമായി കഴിഞ്ഞു എന്നാണ്. ആരെങ്കിലും ആ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാം കുടുസമായി പോകും. അവൻ്റെ ബാക്കി വിചാരണ മുഴുവൻ പ്രയാസം നിറഞ്ഞതായിരിക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല, ദുനിയാവിൽ നമുക്ക് നമ്മുടെ റബ്ബിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന, റബ്ബിനോട് സംസാരിക്കാൻ അവസരമുള്ള ഏറ്റവും നല്ല സുവർണ അവസരമാണ് നിസ്കാരം. നമ്മൾ ആ രൂപത്തിലൊന്ന് നിസ്കരിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് നമ്മളെല്ലാവരും പരിശോധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇഹ്സാനിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. നീ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ നീ കണ്ടുകൊണ്ട് ആരാധിക്കണം. നിനക്ക് അള്ളാഹുവിനെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വിധത്തിലായിരിക്കണം നീ നിസ്കരിക്കേണ്ടത്, നീ ഇബാദത്തുകൾ അർപ്പിക്കേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കുന്നത്, ഒരാൾ സുജൂദിൻ്റെ അവസ്ഥയിൽ എന്താണെന്നറിയോ, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത സമയമാണ്, സന്ദർഭമാണ് എന്നാണ്. അള്ളാഹുവിലേക്ക് ഒരു അടിമ ഏറ്റവും അടുത്ത സമയവും സന്ദർഭവുമാണ് സുജൂദിൻ്റെ സന്ദർഭമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ ഒട്ടനവധി നന്മകൾ തിരുവചനങ്ങളിലൂടെ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഓരോ ആരാധനകളുടെയും ലക്ഷ്യം അതിലൂടെ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടണം, അതോടൊപ്പം നമുക്ക് നന്മകൾ വർദ്ധിക്കണം എന്നത് തന്നെയാണ്. ജീവിതത്തിലെ പിഴവുകൾ പരിഹരിക്കാനുള്ള മാർഗം കൂടിയാണ് നന്മകൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നന്മകൾക്കുള്ള അവസരങ്ങൾ ലഭിക്കുക എന്നത് തന്നെ വലിയ തൗഫീഖാണ്. ആ തൗഫീഖ് നഷ്ടപ്പെടുന്നതാണ് തിന്മകളിലേക്ക് ഏർപ്പെടുക എന്നത്. നിസ്കാരം എന്നുള്ളത് അത്തരം തിന്മകളെ തടയുന്നതുകൂടിയാണ് നിസ്കാരം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സമയബന്ധിതമാണ് നിസ്കാരം. സമയബന്ധിതമായി കൊണ്ട് നിസ്കരിക്കണം. എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ പോരാ. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അടുക്കള ജോലിയൊക്കെ ഒതുങ്ങി ഒരു മഗ്‌രിബ് അസറിൻ്റെ അടുക്കുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണവും കഴിച്ച് ഒരു അല്പം റെസ്റ്റും എടുത്ത് പിന്നീട് ളുഹറും അസറും ഒരുമിച്ച് നിസ്കരിക്കാൻ വേണ്ടി ഒളു എടുത്ത് പോയിരിക്കുന്ന, അല്ലെങ്കിൽ അസറും മഗ്‌രിബും ഒരുമിച്ച് നിസ്കരിക്കാൻ വേണ്ടി പോയി ഇരിക്കുന്ന അവസ്ഥകളൊക്കെയും ചില വീടുകളിൽ കാണാൻ സാധിക്കും. ജോലി തിരക്കുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയും ചില ആളുകൾ, ഓഫീസ് ജോലിയുള്ളവർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിയിൽ ഏർപ്പെടുന്നവർ, അവരൊക്കെയും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് രണ്ട് നിസ്കാരങ്ങളെ ഒരുമിപ്പിച്ച് യാതൊരു കാരണവുമില്ലാതെ തന്നെ, യാതൊരു ആവശ്യവുമില്ലാതെ തന്നെ അത്തരത്തിൽ നിസ്കാരങ്ങളെ ജംഅ ചെയ്യുന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരം ഒരു കളിയായി കാണേണ്ടതല്ല. നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ പറ്റുന്ന ഏറ്റവും നല്ല സുവർണ അവസരമാണ് നിസ്കാരം. അത് സമയബന്ധിതമായി നിസ്കരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. മാത്രമല്ല, വിജയിക്കുന്നവരുടെ ഗുണങ്ങളെ എടുത്തു പറഞ്ഞപ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിജയിക്കുന്നവർ ആരാണ്? മുഅ്മിനീങ്ങളാണ്. ആ മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു, അവർ വിജയം വരിച്ചിരിക്കുന്നു തീർച്ചയായും എന്ന് പറഞ്ഞിട്ട് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള ആളുകളാണ് എന്ന് സൂറത്തു മുഅ്മിനൂനിലെ 1-2 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, സഹോദരങ്ങളെ, നിസ്കാരം കളിയല്ല, തമാശയല്ല. നമുക്ക് തോന്നുമ്പോൾ, ഇഷ്ടമുള്ളപ്പോൾ അങ്ങനെ നിർവഹിക്കേണ്ട ഒരു കർമ്മമല്ല. കൃത്യമായി സമയബന്ധിതമായി നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിലൂടെ തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകറി വൽ ബഗി, അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, നിസ്കാരത്തിലൂടെ അവൻ്റെ മ്ലേച്ഛതകളെ അവന് തടയാൻ സാധിക്കും. അള്ളാഹു വെറുത്ത കാര്യങ്ങളിൽ നിന്ന് അവന് വിട്ടുനിൽക്കാൻ നിസ്കാരത്തിലൂടെ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നിസ്കാരത്തിലൂടെ നാം ചെയ്യുന്ന തിന്മകളെ മായ്ച്ചു കളയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതെല്ലാം നിസ്കരിക്കുമ്പോഴും ആ തിന്മകളുടെ ചിന്തകളുമായി കൊണ്ടാണോ നിസ്കരിക്കുന്നത്? എങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയല്ല, നിസ്കാരം ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് പറഞ്ഞത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ വയംനഊനൽ മാഊൻ. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ, നിസ്കരിക്കുന്നവർക്ക് നാശം. എങ്ങനെ നിസ്കരിക്കുന്നവർക്കാണ്? അവർ
ആ നിസ്കാരത്തെക്കുറിച്ച് ബോധമില്ല. ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നു. അങ്ങനെ നിസ്കരിക്കുന്ന, ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിലാണ്, റബ്ബിൻ്റെ മുന്നിലാണ് എന്ന ബോധം പോലും ഇല്ലാതെ നിസ്കരിക്കുന്ന ആളുകളാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് നാശമെന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും നിസ്കാരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിവും നമുക്കുണ്ടാകണം. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നിസ്കാരങ്ങളിൽ ഉണ്ടാകേണ്ടത്. അതിൻ്റെ ഷർത്തുകൾ അറിയണം, വാജിബാത്തുകളെ അറിയണം, അതിൻ്റെ സുനനുകൾ അറിയണം, അതിൻ്റെ എല്ലാ രൂപങ്ങളെക്കുറിച്ചും നമ്മൾ അറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെ ആയിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി നിസ്കരിച്ച് തിരിച്ചു മടങ്ങുമ്പോൾ ഇർജി ഫസല്ലി ഇന്നക ലം തുസല്ലി, തിരിച്ചു മടങ്ങിക്കോ, നീ നിസ്കരിച്ചിട്ടില്ല, ഒന്നുകൂടി നിസ്കരിക്ക് എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ 3 പ്രാവശ്യം നിസ്കരിച്ച് തിരിച്ചു വന്നപ്പോഴും ഇതേ വാചകം പറഞ്ഞു. പ്രവാചകനോട് ആ മനുഷ്യൻ ചോദിക്കണം, റസൂലേ, എനിക്കിങ്ങനെയല്ലാതെ നിസ്കരിക്കാൻ അറിയില്ല, നിസ്കാരമൊന്ന് പഠിപ്പിച്ചു തന്നാലും. പ്രവാചകൻ അവിടെ ആദ്യം മുതൽ അവസാനം വരെ നിസ്കാരത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നു. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചതായി നിങ്ങൾ കണ്ടിട്ടുള്ളത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് നിസ്കാരം എന്നുള്ളത് നിസ്സാരമായി കാണാൻ പാടില്ല. ആ നിസ്കാരത്തിലൂടെ നന്മകൾ ധാരാളം നമുക്ക് ലഭിക്കുന്നു. നാം ചെയ്ത പാപങ്ങളെ കഴുകിക്കളയാനുള്ള ഏറ്റവും സുവർണാവസരമാണ് നിസ്കാരമെന്നുള്ളത്. പാരത്രിക ലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ എടുത്തു വച്ച് പരിശോധിക്കുമ്പോൾ അതിൽ ആദ്യമായി പരിശോധിക്കുന്ന, വിചാരണയ്ക്കെടുക്കുന്ന ഒരു കർമ്മമാണ് നിസ്കാരം എന്നുള്ളത്. അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും വിജയിക്കുമെന്നാണ്. അതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിലും പരാജയപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് നിസ്കാരത്തെ നന്നാക്കാൻ, അത് സമയബന്ധിതമായി നിസ്കരിക്കാൻ, കൃത്യമായി ഖുശൂവോടുകൂടി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട്, റബ്ബിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട്, റബ്ബിനു വേണ്ടി ചെയ്യാൻ, നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ പാപങ്ങൾ നമ്മുടെ നിസ്കാരങ്ങളിലൂടെ കഴുകിക്കളയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.